ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ബ്രോഡ്വേയിലേക്കാണ്. മേത്തർ ബസാറിൽ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി ആ വീഡിയോസ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു കുഞ്ഞു പർച്ചേസുകളും ഉണ്ട് കേട്ടോ. ബ്രോഡ്വേയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും തിരക്കുണ്ടായിരുന്നു. ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തിരക്ക് കുറവാണ്, നമുക്ക് വേഗം പോയി നമ്മുടെ കുട്ടി പർച്ചേസസ് നടത്തിയിട്ട് തിരിച്ചു വരാണ്. മേത്തർ ബസാർ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് നമ്മുടെ ഇൻസ്റ്റാ റീൽസിലൂടെയും ഒക്കെ മേത്തർ ബസാർ കണ്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഈ വീഡിയോ ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നു കേട്ടോ. ബ്രോഡ്വേ എന്തായാലും ക്രിസ്മസിനായിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡെക്കറേഷൻസും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്രിസ്മസ് ഡെക്കോർ വാങ്ങാനായിട്ട് ബ്രോഡ്വേ ആണ് നല്ലൊരു ഓപ്ഷൻ. ഒരുപാട് ഐറ്റംസ് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു വീഡിയോസായിട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് ഡെക്കോർ പ്ലാൻ ചെയ്യുന്നവർക്ക് ബ്രോഡ്വേ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് മേത്തർ ബസാറിലും അത്യാവശ്യം ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് മേത്തർ ബസാർ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ ക്രിസ്മസ് സ്റ്റാർട്ടാവുന്നതിന് മുന്നേ എത്തിയാൽ തിരക്കില്ലാതെ സാധനങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ മേത്തർ ബസാറിലേക്ക് വന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നെപ്പോലെ പ്രതീക്ഷിച്ചിട്ടാന്ന് തോന്നുന്നു എല്ലാവരും ഈ ടൈമിൽ മേത്തർ ബസാറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഈ കുഞ്ഞു ഇലുമിനേഷൻ ലൈറ്റ്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഞാൻ പ്രൈസ് ചോദിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പ്രൈസ് ചോദിച്ചു, പക്ഷേ എൻ്റെ പ്രൈസിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ ബൾബുകളൊന്നും തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുന്ന് എസ്കേപ്പായി. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ബ്രോഡ്വേയിൽ, നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് അവർ പറഞ്ഞ എമൗണ്ടിൽ തന്നെ വാങ്ങണമെന്നില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏത് ഷോപ്പിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നമുക്ക് വാങ്ങാം. പക്ഷേ മേത്തർ ബസാർ അടിപൊളിയായിട്ട് ഡെക്കറേഷൻസും ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ കാണാൻ പോയാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോകും. അതേപോലെയായിരുന്നു അവിടുത്തെ കംപ്ലീറ്റ് ഡെക്കറേഷൻസ്. ആ ഡെക്കറേഷൻസ് കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വീഡിയോസ് എടുക്കാനും ഡെക്കറേഷൻസ് കാണാനും വേണ്ടിയിട്ട്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻസാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് മൈൻഡിൽ ക്രിസ്മസ് നമ്മളെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം, ഒരു ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ഒരു പുൽക്കൂട് നമുക്ക് ഉണ്ടാക്കണം എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ഭംഗിയായിട്ടാണ് അവിടുത്തെ ഓരോ ഡെക്കറേഷൻസ്, പുതിയ ഐറ്റംസ്. ലാസ്റ്റ് ഇയറിൽ ഞാൻ കണ്ടതിനേക്കാട്ടിലും ഒരുപാട് പുതിയ ഐറ്റംസൊക്കെ അവിടെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ നമ്മളതൊന്നും വാങ്ങാൻ പ്ലാൻ ചെയ്തല്ലല്ലോ പോയിരുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തു. കാരണം ഭയങ്കര രസമായിരുന്നു. നൈറ്റ് കാണാൻ അടിപൊളിയാണ്, രക്ഷയില്ല. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരുടെ ഇടയിൽ കൂടെ ഞെരുങ്ങിയാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പിലൊന്നും കയറാനൊന്നും പറ്റിയില്ല. കാരണം നല്ല റഷായിരുന്നു. അത്യാവശ്യം നല്ല ഇടിച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഷോപ്പിലും ഒന്നും കയറി സാധനങ്ങൾ നോക്കാനോ പ്രൈസ് ഒന്ന് നോക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഓരോ കുഞ്ഞു ഷോപ്പുകളിൽ കയറിയത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയത്. എനിക്ക് ഡെക്കറേഷൻസ് ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങണമായിരുന്നു. ഒരു കുഞ്ഞു ട്രീയിലേക്ക്, വീട്ടിലൊരു കുഞ്ഞു ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു ഇലൂമിനേഷൻ ലൈറ്റും. ലാസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ച ലൈറ്റ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് അത് വർക്ക് ആവുന്നില്ല. അപ്പോൾ അത് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ഇലൂമിനേഷൻ ലൈറ്റ്സും അത് മൾട്ടി കളർ തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഒറ്റ കളർ അല്ലാണ്ട് മൾട്ടി കളർ വേണം. അപ്പോൾ അത് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങണം. അങ്ങനെയൊക്കെ നോക്കിയാണ് പോയത്. അപ്പോൾ ചെറിയ പ്രൈസ് മുതൽ മീൻസ് ഒരു 150 സ്റ്റാർട്ട് ചെയ്യുന്ന ഇലൂമിനേഷൻ ലൈറ്റ്സും ഉണ്ട്. പക്ഷെ അതിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും, ഒരു 10 ഫീറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. ഇതിന് കുറച്ച് എക്സ്ട്രാ ലെങ്ത്ത് ഉള്ളത് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി അതിനിടയിൽ ഞാൻ പുൽക്കൂടിൻ്റെ റേറ്റ് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്ന് ഇഷ്ടമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ചേട്ടനൊരു എമൗണ്ട് പറഞ്ഞു. അത് എനിക്കത്ര പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് എസ്കേപ്പായി, അത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് വേറെയും പുൽക്കൂടുണ്ടല്ലോ, നല്ല തിരക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഇടിച്ച ആൾക്കാരാണ്, ഒരു രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിച്ച് നല്ല ആൾക്കാരുണ്ട്. ഈ കുഞ്ഞു ഡെക്കറേഷൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനനുസരിച്ച് റേറ്റും ഉണ്ടാവും. ഞാനിതിൻ്റെ ഒന്നും റേറ്റ് ചോദിച്ചില്ല, കാരണം അത് വാങ്ങാൻ എനിക്ക് ഉദ്ദേശമില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്
ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ വിചാരിച്ചു. കാരണം മുന്നോട്ട് ഒരുപാട് ഷോപ്പുണ്ട്. ഇതിനിടയ്ക്ക് 1-2 ഷോപ്പിലൊക്കെ കയറി ഞാൻ ഇലുമിനേഷൻ ലൈറ്റ്സിൻ്റെ റേറ്റ് ചോദിച്ചിരുന്നു. പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരുന്നില്ല. കാരണം എൻ്റെ ബഡ്ജറ്റിലുള്ള റേറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഈ ഒരു ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ട്രെയിൽ നല്ലതായിരിക്കും എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ഇഷ്ടമായി. ട്രെയിലിടാനൊന്നുമല്ല, എന്നാലും എനിക്കിഷ്ടമായി. കുറച്ച് നേരം അത് നോക്കിക്കൊണ്ടാണ് നിന്നത്. എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഏട്ടാ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ എടുക്കാണ്ട് കുറച്ച് നേരം അത് നോക്കി അയവർക്കി തിരിച്ചു പോകുന്നു. ഈ ഒരു ഷോപ്പിൽ വന്നാൽ കേട്ടോ, അത് മേത്തർ ബസാറിലുള്ളൊരു ഷോപ്പാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം എനിക്ക് ആ ഷോപ്പിലുള്ള കുറേ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരത് ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഐറ്റംസ് ക്രിസ്മസിന് നമുക്ക് ഡെക്കറേഷൻ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് മേത്തർ ബസാറിൽ പോയിരിക്കുന്നതെങ്കിൽ നമുക്ക് പല പല ഐഡിയാസ് തോന്നും. അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ ആ എടുത്ത് കാണിച്ച കുറച്ച് സാധനങ്ങളില്ലേ, ആ ബെല്ല് ഞാൻ വാങ്ങിയില്ല. എനിക്കെന്തോ അത്ര സുഖം തോന്നിയില്ല. ആ ബെല്ല് ഞാൻ വാങ്ങിയില്ല. ബാക്കി ഞാൻ എടുത്ത് കാണിച്ച സാധനങ്ങളൊക്കെ എൻ്റെ ട്രീയിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അതിൽ ആ പുള്ളി പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ, 60, 50, 80 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊള്ളാം, നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഡെക്കറേഷന് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ പ്രൈസ് ചോദിച്ചില്ല, ഓൾറെഡി ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ പ്രൈസ് ചോദിച്ചാൽ അതിലും വിലക്കുറവാണെങ്കിൽ എനിക്ക് സങ്കടം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും പ്രൈസ് ചോദിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാ ഐറ്റംസും ക്രിസ്മസിന് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. ഇതും ഞാൻ റേറ്റ് ചോദിച്ചിട്ടില്ല. പുൽക്കൂട് മാത്രമായിട്ട് ഞാൻ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം ഒരു എമൗണ്ട് പറഞ്ഞു, 450, 500 ആ ഒരു റേഞ്ചിൽ എമൗണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പുൽക്കൂട് നോക്കിയില്ല. എനിക്ക് ഉണ്ണിച്ചോടൊരു സെറ്റ് വാങ്ങണമെന്നുണ്ടായി. പക്ഷേ എനിക്ക് അവിടെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു. കാരണം ഓൾമോസ്റ്റ് ക്രിസ്മസ് ഡെക്കറേഷൻസ് സ്റ്റാർട്ടപ്പ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ആവും. അത് മാത്രമല്ല ബ്രോഡ്വേയുടെ എൻട്രൻസ് മുതൽ കുഞ്ഞു ഷോപ്പുകൾ ഇനിയും സ്റ്റാർട്ടാവും. ഇത് മേത്തർ ബസാറിന് ഉള്ളിലുള്ള വിഷ്വൽസാണ്. അപ്പം ബ്രോഡ്വേയുടെ എൻട്രൻസിൽ ഇനിയും കുഞ്ഞു ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്രിസ്മസിനോട് അടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഈ ഒരു ഡെക്കറേഷൻ, ഈ ഒരു ലൈറ്റ്സ്, സ്റ്റാറിൻ്റെ ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് എത്ര സ്റ്റാർ ഉണ്ട് എന്നുള്ളത് ഏട്ടൻ തന്നെ എനിക്ക് കാണിച്ചതാണ് കേട്ടോ. 10 സ്റ്റാറാണ് ഉള്ളത്. അത് അധികം ലെങ്ത്തൊന്നുമില്ല, ചെറിയൊരു കേർട്ടൺ പോലെ ഇടാനുള്ള ഒരു ചെറിയ ലെങ്തേ ഉള്ളൂ. അപ്പോൾ അതിനും ഒരു 350 സംതിങ് ആണ് കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഈ ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ റൂമിലൊക്കെ ബെഡ്റൂമിലൊക്കെ ഇടാനായിട്ട് നല്ല ലൈറ്റ്സ്, കുഞ്ഞു ലൈറ്റ്സ് ആയിട്ടിടാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ ഇലുമിനേഷൻ ലൈറ്റ്സ് എവിടെ പോയാലും നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റിൽ പറ്റിയതാണെന്ന് അറിയണ്ടേ, അത് നമുക്ക് ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും എസ്കേപ്പായി. പിന്നെ കുറേ പാപ്പാഞ്ഞിയുടെ കടയിലായിരുന്നു. പാപ്പാഞ്ഞിയുടെ ഡ്രസ്സ്, അങ്ങനെ കുറേ ഫേസ് മാസ്ക്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാപ്പാഞ്ഞിയുടെ ഡ്രസ്സ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ആംബിയൻസ്. അങ്ങനെ ആ തിരക്കിനിടയിൽ നിന്ന് ഒന്ന് ബ്രോഡ്വേയിൽ നിന്ന് മേത്തർ ബസാറിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങാൻ നന്നായി പാടുപെട്ടു കേട്ടോ. പുറത്തിറങ്ങി ഇതാ ബ്രോഡ്വേയിൽ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ്. ഒരു കുട്ടി പർച്ചേസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ വിട്ടു സ്റ്റേഡിയത്തിലേക്ക്. അവിടെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുട്ടി ഷോപ്പുണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് കൊച്ചിയിലുള്ളവർക്കറിയാം, കലൂർ സ്റ്റേഡിയത്തിൽ മോമോസ്. അപ്പോൾ സ്റ്റേഡിയത്തിലൂടെ മോമോസ് കഴിക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നേരെ പോയി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ഷോപ്പ് ഞാൻ അവിടെ കണ്ടു. മോമോസിൻ്റെ അടുത്ത് ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ഷോപ്പ്, ഒരു കുൽക്കി കട. ഇതിന് മുമ്പത് ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരെ മോമോസ് ചേട്ടൻ്റെ അടുത്ത് വന്നു. ഒരു സെഷ്വാൻ മോമോസ് പറഞ്ഞു. ഇവിടെ വന്നാൽ ഞങ്ങൾ എപ്പോഴും വാങ്ങാറ് സെഷ്വാൻ മോമോസാണ്. എനിക്ക് ഫ്രൈഡിനേക്കാട്ടിലും ഇഷ്ടം സെഷ്വാനാണ്. അപ്പോൾ ഒരു സെഷ്വാൻ മോമോസ് പറഞ്ഞു, ഒരു സെറ്റേ പറഞ്ഞു. അതും വാങ്ങി കഴിച്ചു. പിന്നെ ഓൾറെഡി ഒരു പനി ഉണ്ടായിരുന്നത് കൊണ്ട് തണുപ്പില്ലാത്ത ഒരു മാംഗോ കുൽക്കിയും കൂടെ വാങ്ങി. തണുപ്പില്ലാത്ത കിട്ടുമെന്ന് ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കുടിച്ച് ഒന്നേ വാങ്ങിയുള്ളൂ. ഞങ്ങൾ രണ്ടാളും കൂടെ ഷെയർ ഇട്ട് കഴിച്ചു.
എന്നിട്ട് ഇതാ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ലുലുവും ക്രിസ്മസിനായിട്ട് ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.